ബഹുമാന്യനായ സെൽവകുമാർ സാറിനെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. Thank you, madam. So, good evening, ladies and gentlemen. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നന്ദിയോടെ ഞാൻ നിങ്ങൾക്ക് തന്നെ സമർപ്പിക്കുകയാണ്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന ഒരു ബിഗ് പ്രോജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ ഇന്ന് നമുക്ക് വേണ്ടി ഈ 9 മണി എന്ന് പറയുന്ന സായന്തനത്തിൽ ഈ സൗകര്യം ഒരുക്കി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സെൽവകുമാർ എന്നാണ്. ഞാൻ പെരുമ്പാവൂർ ആണ് സ്വദേശം. ഒരു 34 വർഷത്തോളം ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു ക്ലാസ് 1 തസ്തികയിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. അപ്പോൾ അതിനുശേഷമാണ് പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ 4-5 മാസമായിട്ട് കോട്ടയം ബേസ്ഡ് ആയിട്ട് കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈവൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരൊറ്റ കീഴിൽ അണിനിരത്തുവാനും എല്ലാ ജനങ്ങളിലും സ്വാശ്രയശീലവും മിതവ്യയവും സമ്പത്തും സമാഹരിക്കുവാൻ വേണ്ടിയുള്ള ഈ നമ്മുടെ ഇ-കൊമേഴ്സ് കമ്പനിയുടെ ഈ ഉദ്യമത്തെ പൂർണ്ണമായ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എല്ലാം നിങ്ങളുടെ കണ്ണുകൾ വിശ്വസിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയും. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന ആശയം നിങ്ങളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ട് ബോധ്യമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. So, welcome to the life-changing opportunity presented by Bible Online Shopping India Private Limited. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരു അനുഗ്രഹം എന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഇൻകം ഓരോ ജനങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 മെയ് 24-ാം തീയതി കോട്ടയം ആസ്ഥാനമാക്കി കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കൺകറൻസോടുകൂടി ഇന്ത്യൻ കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് കമ്പനി ആണ് ബൈബൽ. ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പലരും ഇതിനെ മറ്റു പല തരത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് അടിവരയിട്ട് പറയുന്നത് ദിസ് ഈസ് ഓൺലി ആൻ ഇ-കൊമേഴ്സ് കമ്പനി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല സാമ്പത്തിക സംവിധാനത്തിലൂടെ ഉള്ള ഒരു പ്രൊജക്റ്റും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഇതിന്റെ പിന്നീട് പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾക്ക് ബോധ്യമാക്കി തരുന്നതായിരിക്കും. ഇനി കമ്പനിയുടെ മാനേജ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. കമ്പനിയുടെ മാനേജ്മെന്റ് MD ശ്രീമതി ശ്രീകുമാരി ഷാജി, കോട്ടയം തന്നെ ആണ് ആസ്ഥാനം. അദ്ദേഹം IT സെക്ടറിലും ഓൺലൈൻ ഷോപ്പിംഗ് സെക്ടറിലും അതുപോലെ തന്നെ ഫിനാൻസ് സെക്ടറിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കാരണം ടെക്സ്റ്റൈൽസ് മേഖലയിലെ കോട്ടയം ജില്ലയിലെ ഒരു നിറസാന്നിധ്യമായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ്സുള്ള ഒരു എക്സ്പീരിയൻസും ഓൺലൈൻ ഷോപ്പിങ്ങും IT സെക്ടറിലെ പരിചയവും സമ്പത്തും ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ പ്രൊജക്ട്. ഇനി കമ്പനിയുടെ വിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഷൻ ഈസ് ടു ക്രിയേറ്റ് ഇക്കണോമിക് പ്രോസ്പെരിറ്റി. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളിലേക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്ന് പറയുന്ന
ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിച്ചു പോകുന്ന എല്ലാ ആൾക്കാർക്കും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്താണെങ്കിലും സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ആൾക്കാരിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആർക്കും അതിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അത് നമുക്ക് നൽകുന്നത് വഴി അത് പബ്ലിക് ചോയ്സസ്, ആളുകളുടെ ഇഷ്ടത്തിന് അവരുടെ കമ്മ്യൂണിറ്റീസിലെ അവരുടെ ചോയ്സിനനുസരിച്ച് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവരുടെ ലൈഫ് വളരെ എന്തൂസിയാസ്റ്റിക് ആക്കി മാറ്റുക എന്നുള്ള ഒരു വിഷനാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള പല കച്ചവടക്കാരും, പ്രത്യേകിച്ചും പലചരക്ക് കച്ചവടക്കാരൊക്കെ പൂട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ സാമ്പത്തിക ഘടനയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് മാറുമായിരുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരുന്ന പല ബിസിനസ്സും, ചെറിയ ചെറിയ ബിസിനസ് എല്ലാം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ, സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കൂടി കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നു. കമ്പനി അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെണ്ടേഴ്സിനെയും നമ്മളെ അതുപോലെ തന്നെ എല്ലാതരം സാധനങ്ങൾ കൊടുക്കുന്ന സാധാരണ വ്യാപാരികളെയും അവരുടെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ശരിക്കും നമ്മുടെ ബൈബൽ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഒരു സാമ്പത്തിക വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കുന്ന വഴി നമ്മുടെ രാജ്യത്തിന്റെ വികസനം തന്നെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുക എന്നുള്ള ഒരു മിഷനാണ് കമ്പനിക്കുള്ളത്. ആ മിഷനിലേക്ക് വരുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം, അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയമങ്ങളും എല്ലാം പരിപാലിച്ചുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ നമുക്ക് നമ്മുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നാട്ടുകാരോടുള്ള കമ്മിറ്റ്മെന്റ് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ മിഷൻ. കമ്പനി കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റ് കാറ്റഗറി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടെക്സ്റ്റൈൽസ്, ദെൻ ഗ്രോസറി, വെൽനസ് പ്രോഡക്ട്സ്, സ്പൈസസ് ഐറ്റംസ്, സർവീസസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് ആണ്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ദ വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് ഇൻ ദ വേൾഡ് ഈസ് ഗ്രോസറിയാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം നമുക്കറിയാം, കോവിഡ് അനന്തര ലോകം കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, അന്ന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഡേ ടു ഡേ ലൈഫിൽ വേണ്ടുന്ന ഭക്ഷണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഈ പറയുന്ന മേഖലയെ ആശ്രയിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് ഒരു സമ്പത്തോ അല്ലെങ്കിൽ ഒരു പ്രാവീണ്യമോ അതല്ലെങ്കിൽ എക്സ്പെർട്ടൈസേഷനോ ഒന്നും ആവശ്യമില്ല എന്ന് സാധാരണക്കാരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണിത്. നമ്മളിത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, NFC കാർഡ് വഴിയാണ് കമ്പനി നമുക്ക് ഇതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നത്. എന്താണ് NFC കാർഡ് എന്ന് വെച്ചാൽ, നമുക്കറിയാം നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. തൊട്ടടുത്ത കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യമാണുള്ളത്. NFC കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു കാര്യം ATM കാർഡാണ്. ATM കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ പൈസ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇവിടെ നമുക്ക് സാധനങ്ങൾ പൈസ കൊടുക്കാതെ തന്നെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ഇതിൽ നമുക്ക് ലോഡ് ചെയ്തിട്ടുള്ള പൈസ ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് NFC കാർഡിന്റെ പ്രത്യേകത. അപ്പോൾ ഈ NFC കാർഡിനെ പാക്കേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മുടെ കമ്പനി കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഏതൊരാൾക്കും ഇതിലേക്ക് എൻട്രി ചെയ്യുന്നുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1000 രൂപയുടെ നമുക്ക് പർച്ചേസ് അഡ്വാൻസ്, അതായത് NFC കാർഡിന്റെ പാക്കേജ് വെറും 1000 രൂപ കൊടുത്തുകൊണ്ട് പോലും നമുക്ക് NFC കാർഡിലേക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് കമ്പനി ചെയ്തു തരുന്ന സൗകര്യം എന്താണെന്ന് വെച്ചാൽ, 350 രൂപ വെച്ച് ഇന്ത്യയിലെ ഏത് മൊബൈൽ ഫോണും എൻ്റെ സിമ്മും അടക്കമുള്ള സിമ്മും നമുക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാൻ 3 പ്രാവശ്യം, അതായത് 350 രൂപ വെച്ച് 3 പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1050 രൂപയായി. ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഒരു കസ്റ്റമർ ലെവലിൽ പോലും, അതായത് 1000 രൂപ മുടക്കുന്ന ഒരു കസ്റ്റമർക്ക് 1050 രൂപയ്ക്ക് ഫോൺ വിളിക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനമാണ്. കാരണം 50 രൂപയുടെ ഒരു ആനുകൂല്യം ഒന്നും, 50 രൂപ പോകട്ടെ, നിങ്ങളുടെ 350 രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് ഒരു ഏത് ഇതിൽ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് മേളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും GST അടക്കം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ വിളിക്കാൻ പറ്റുന്ന അവസരം തരുന്ന ഒരേ ഒരു കമ്പനി ഇൻ ദ വേൾഡ് ഈസ് ബൈവൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അതുപോലെ ഇതിൽ ഒരു കണ്ടീഷൻ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 25 ദിവസമുണ്ട്. ഈ 25 ദിവസത്തിനുള്ളിൽ നിങ്ങളിതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താണ് പോകേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 2 പേരെ റെഫർ ചെയ്ത്, ആ 2 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം നന്നായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള 1050 രൂപയുടെ നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യുകയോ അതല്ലെങ്കിൽ പ്രോഡക്ട്സ്, അതിന് വിലയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഈ ബിസിനസിന്റെ ഒരു മേഖലയിൽ പോലും ഒരു തരത്തിലുള്ള നഷ്ടമില്ല എന്നുള്ളതാണ് ഇതിന്റെ അടിവരയിട്ട് പറയേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് NFC കാർഡ് നമുക്ക് വരുമാനം കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് 5000 രൂപ വാല്യൂ ഉള്ള NFC കാർഡ് 1000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് അഡ്വാൻസ് ആയിട്ട് നൽകിയത്. ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഒരു 2000 രൂപ മുടക്കി നമ്മൾ ഫസ്റ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്യുക. എന്തിനാണ് ടോപ്പപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഡിൽ നമുക്ക് വാല്യൂ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ NFC കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഉള്ള എല്ലാ സാധനങ്ങളും, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് എത്ര രൂപയ്ക്ക് സാധനം വാങ്ങണം എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. എങ്കിലും അപ്പോൾ നമുക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ പരിധി വെച്ച് മിനിമം നമുക്കൊരു 2000 രൂപയെങ്കിലും ടോപ്പപ്പ് ചെയ്താൽ മാത്രമേ ഒരു 3000 രൂപയ്ക്ക് നമ്മുടെ NFC കാർഡിന്റെ വാല്യൂ വരികയുള്ളൂ. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ 3000 രൂപയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്കൗണ്ട് വൗച്ചർ നമുക്ക് അവിടെ കിട്ടും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ സെക്കൻഡ് ടോപ്പപ്പ് 2000 രൂപ കൂടി നമ്മൾ മുടക്കി 5000 രൂപയിലേക്ക് നമുക്ക് ടോപ്പപ്പ് ചെയ്യുമ്പോൾ, NFC കാർഡ് ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതിനും നമുക്ക് ഡിസ്കൗണ്ട് വൗച്ചർ കിട്ടും. ഇനി എന്താണ് NFC കാർഡിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഏറ്റവും അറിയാം അണുകുടുംബമാണ്. എന്നാലും ഒരു ചെറിയ വീട്ടില് ഇന്നത്തെ കണ്ടീഷനിൽ 2 കുട്ടികളും ഹസ്ബൻഡും വൈഫും അടങ്ങുന്ന ഒരു വീട്ടിലേക്ക് പെട്രോൾ പോലെ തന്നെയാണ് പാൽ. അതുപോലെ തന്നെ ഇന്നിപ്പോ 2 വീലർ ഒന്നും ഇല്ലാത്ത ആളുകൾ തന്നെ വിരളമാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് എല്ലാത്തരം ചെലവുകളും നമ്മൾ കൺസ്യൂമർ ഐറ്റംസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ FMCG സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10000 രൂപയെങ്കിലും ഒരു വീട്ടിലേക്ക് വേണ്ടി വരും, ഒരു കുടുംബ ബജറ്റിൽ നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതെല്ലാം ചെയ്യുന്നത് കമ്പനി വഴിയാണ്. കമ്പനി വഴി അത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പേയ്മെന്റ് നടത്തുന്ന കമ്പനിയാണ്. കമ്പനിക്ക് 5% അതിന്റെ കമ്മീഷൻ ശരാശരി കൂട്ടുന്നുള്ളൂ. 10000 രൂപയ്ക്ക് കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരാശരി നമ്മൾ ആലോചിക്കേണ്ടത് 20%, 30%, അതൊക്കെ നമുക്ക് ഇടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില പാല് പോലുള്ള കേസുകളിൽ 2% പോലും വരും. അതുകൊണ്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ട് പറയുന്നത് 5% എന്നുള്ളതാണ്. അങ്ങനെ 10000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ ഒരു 500 രൂപ. പിന്നെ നമുക്ക് ഇങ്ങനെ 500 രൂപയെ നമ്മുടെ എല്ലാ ആളുകളിൽ നിന്നുള്ള ഏണിങ്സ് ആയിട്ട് നമ്മൾ വീതിച്ചിട്ടുണ്ട്, ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു 12 രൂപ 50 പൈസ വെച്ച് നമുക്ക് കിട്ടാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിലെ, നമ്മുടെ ഒരു കുടുംബം എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയിൽ 1,00,000 മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബവും കൂട്ടായ്മയും നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ 1,00,000 പേര് വെച്ച് 12 രൂപ 50 പൈസ വെച്ച് കൂട്ടി നോക്കിയാൽ 12,50,000 രൂപ ഒരു മാസം ഒരു വ്യക്തിക്ക് പ്രതിമാസ വരുമാനം കിട്ടാനുള്ള ഒരു അവസരം ഈ NFC കാർഡ് നൽകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അവിശ്വസനീയത. അപ്പൊ അത് മനസ്സിലായിക്കൊണ്ടാണ് എല്ലാ ആളുകളും ഇന്ന് നിൽക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ജോലിയോ എന്തോ പ്രൊഫഷനോ എന്തോ ആയിക്കോട്ടെ, ഇല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സൗകര്യം ഇതിലുണ്ട്. ഇനി ഇതിൽ വരുമാനത്തെ പറ്റി പറയുന്നത് നമുക്കറിയാം, ജിയോ, അതുപോലെ തന്നെ എയർടെല്, മറ്റേ വോഡാഫോൺ, BSNL, ഇങ്ങനെയുള്ള നമുക്ക് ഏത് ഫോണിന്റെയും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇൻകം എന്ന് പറയുന്ന ആക്റ്റീവ് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ആക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു, നമ്മൾ ആക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. നമ്മൾ 1000 രൂപ കൊടുത്ത് പർച്ചേസ് അഡ്വാൻസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുകയാണ്. ദെൻ റെഫറൽ ബോണസ്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്, ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്റ്റീവ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ, റിപ്പീറ്റഡ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, മാജിക് ബോണസ് എന്ന് പറയുന്ന രീതിയിൽ ഈ കൊമേഴ്സ് അടങ്ങുന്ന എല്ലാ തരത്തിലുള്ള ഇൻകവുമാണ് അതിൽ പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ഹൗ ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി. ജസ്റ്റ് ഇമാജിൻ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, അതങ്ങനെ തീരുമാനിച്ചാൽ മതി. നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോസ് ചെയ്യും. ഒരു സിനിമ പോലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഞാനത് പോയി കണ്ടാൽ നന്നായിരിക്കും എന്ന് പറയും. കൊള്ളില്ലെങ്കിൽ അങ്ങോട്ട് പോകല്ലേ, പൈസ കളയില്ലേ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ബെനിഫിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആരോടും ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്താണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന വഴി നമുക്ക് വരുമാനം കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് റെഫറൽ ബോണസാണ്. റെഫറൽ ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് റെഫറൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ബോണസാണ്. റെഫറൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, റെഫർ ചെയ്യുക, ഒരാൾക്ക് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് റെഫറൽ ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ബോണസാണ്. ഒരാളെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയാണ്. അപ്പൊ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം കേട്ടോ. ഒരു 100 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം 100 × 500 ഒന്ന് കൂട്ടി നോക്കുക. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന കാര്യമില്ല.
ഇതിന്റെ ഒരു സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അനാട്ടമി വെച്ച് നമുക്ക് രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് രണ്ട് സൈഡുണ്ട്. എ സൈഡും ബി സൈഡും ആണ്. നമ്മൾക്ക് വലത്തെ കൈ ഇടത്തെ കൈ എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടു വശമുണ്ട്. നമുക്ക് ഇടത്തെ ഭാഗത്തും നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാം, വലത്തെ ഭാഗത്തും നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഈ രണ്ട് സൈഡ് കൂടി പോകുമ്പോൾ നമുക്ക് വേറൊരു ബോണസ് കൂടി നമുക്ക് തരും, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ രണ്ട് പേര് റെഫർ ചെയ്യണം നമ്മൾ പറഞ്ഞു. ഈ രണ്ടുപേർക്കും ഇതേപോലെയുള്ള സൗകര്യങ്ങളാണ് ഉള്ളത്. മിനിമം കാര്യം രണ്ടെണ്ണം പേരെ റെഫർ ചെയ്യാന്ന് പറഞ്ഞത്. എത്ര പേരെ വേണമെങ്കിലും പേഴ്സണലായിട്ട് റെഫർ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പൊ നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും, നമ്മുടെ താഴെയുള്ള ആളുകളിൽ നിന്ന്, ഓരോരുത്തരുടെ പേരിൽ നിന്നും നമുക്ക് 100 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ ഒരു 510, അതായത് 2, 4, 8, 16, 32, 64, 128, 256, എങ്ങനെ ഈ 8 ലെവൽ നമ്മൾ അതിന്റെ ശ്രേണി കൂട്ടി നോക്കിയാൽ പോലും മിനിമം 510 മെമ്പേഴ്സ് വരും. ഈ 510 മെമ്പേഴ്സ് അടങ്ങുന്ന ഫസ്റ്റ് 8 സെഗ്മെന്റിൽ നിന്ന് നമുക്ക് എത്ര രൂപ, 100 രൂപ വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 51,000 രൂപ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 2 പേര് റെഫർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു വരുമാന മാർഗം. ഇനി ഇതിന് കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 600 രൂപ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ബാക്കി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും 600 രൂപയെങ്കിലും ആയാൽ മാത്രമേ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാച്ചിങ് ബോണസാണ്. മാച്ചിങ് ബോണസ് വെച്ചിട്ട് നമുക്ക് ആ വാക്കിൽ തന്നെയുണ്ട്, മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ് ഈസ് മാച്ചിങ് ബോണസ്. നമ്മൾ പറയും ഇന്ന ആൾക്ക് അയാൾ മാച്ച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാച്ചിങ് ആയി നമ്മൾ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ NFC കാർഡ് നമ്മൾ ആദ്യമേ 2,000 രൂപ എടുത്ത് ഫസ്റ്റ് ഇതിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുകയാണ്. അങ്ങനെ 3,000 രൂപയായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇനി നമ്മളെ പോലെ വരുന്ന ആളുകൾ, നിങ്ങളും നിങ്ങളോടൊപ്പവും നിങ്ങളെ പോലെ ഉള്ളവരും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ ഓരോ ജോഡിക്കും, നിങ്ങളുടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും വരുന്നതിനാണ് നമ്മൾ ജോഡി എന്ന് പറയുക, ഓരോ ജോഡിക്കും നമുക്ക് 1,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 1,000 രൂപ വെച്ച് കിട്ടുമ്പോൾ നിങ്ങളുടെ ടീമിൽ താഴേക്ക് വരുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്ന ആളുകളുടെ എണ്ണമാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് തരുന്നതിന് ഒരു 5 പേർക്ക്, അതായത് ഒരു 5,000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ 3,000 രൂപയുടെ അപ്ഗ്രേഡേഷനിലൂടെ ഡെയിലി ഏൺ ചെയ്യാവുന്ന ഏറ്റവും വലിയ തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,50,000 രൂപയാണ് ഒരു മാസം. ഒരു ദിവസം 5,000 രൂപ വെച്ച് 30 ദിവസം ഒന്ന് കൂട്ടി നോക്കുക. ഇനി നിങ്ങൾക്ക് രണ്ടാമതൊരു മാച്ചിങ് ബോണസ് ഉണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങണമെന്ന് കരുതി നിങ്ങളുടെ NFC കാർഡിന്റെ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് 3,000-ൽ നിന്ന് 2,000 രൂപ കൂടി മുടക്കി 5,000 ആക്കി മാറ്റുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അപ്പോഴും നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ കീഴെ മാച്ച് ചെയ്ത് വരുന്ന ആൾക്കാരും 3,000-ന്റെ ആൾക്കാരും വരാം, 5,000-ന്റെ ആൾക്കാരും വരാം. ആരൊക്കെ വന്നാലും ഈ 1,000 രൂപ തന്നെയാണ് പെയർ മാച്ചിങ്ങിനായിട്ട് തരിക. പക്ഷെ ഈ 5,000 രൂപ മൂലധന ഘടനയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 പെയർ, അതായത് ഒരു ദിവസം 10,000 രൂപ, ഒരു മാസം 3 ലക്ഷം രൂപ കിട്ടുന്നതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് ഇതിലെ അത്ഭുതകരമായിട്ടുള്ള ബിസിനസ്. ഇനി അടുത്തതായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടെ കാണാൻ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് RA വാലറ്റ്. RA വാലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ് എന്ന് പറയും. അതായത് നമുക്ക് ഇതിലേക്ക് വരുന്ന വരുമാനമെല്ലാം നമ്മുടെ തന്നെ ഒരു നിധി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പത്തായം. നമുക്ക് പണ്ട് തന്നെ നമുക്കറിയാം, സമ്പത്ത് കാലത്ത് നമ്മൾ എന്താ പറയും, കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് മറ്റേ കൈപത്ത് വെച്ചാൽ കാതിന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തില് പഞ്ഞമാസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും നമ്മൾ ശേഖരിച്ചു വയ്ക്കുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എല്ലാ കാലത്തും ഒരേപോലെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RA വാലറ്റ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനമെല്ലാം ഇത് നിയമപരമായ ബിസിനസ് ആയതുകൊണ്ട് 5% TDS കൊടുക്കണം. 5% TDS കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ തുകയിലെ ഒരു 25% എന്ന് വെച്ചാൽ നമ്മളുടെ വരുമാനം ചുമ്മാ അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് കളയാൻ വേണ്ടിയിട്ട് നോക്കുകയല്ല, നാട്ടുകാരുടെ ഇടയിൽ മിതവ്യയം, സ്വാശ്രയശീലം, സമ്പാദ്യശീലം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിനെയും അല്ല സംസ്ഥാന ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങളെയൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഉദ്ദേശത്തോടെ ഇവിടെ ഒരു കമ്പനി എന്ന് ആലോചിച്ച് നോക്കേണ്ട, ഒരു സാധാരണ e-commerce കമ്പനി ഈ നാട്ടുകാരിൽ ഇതേ ശീലം തന്നെ അവർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതത്തോടെ നോക്കി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. 25% നിങ്ങളുടെ തന്നെ നിധിയിലേക്ക്, നിങ്ങളുടെ തന്നെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ടോട്ടൽ ഏർണിങ്സ് 1,000 ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം TDS 50 കഴിഞ്ഞാൽ RA വാലറ്റിലേക്ക് 250 രൂപ. ഇതേപോലെ ടോട്ടൽ ഏർണിംഗ് 2,000 രൂപയുള്ള ഒരു വ്യക്തിക്ക് TDS 100 രൂപ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RA വാലറ്റിലേക്ക് 500 രൂപ. ഇത്ര സിമ്പിളാണ്. ദെൻ ഓട്ടോമാറ്റിക് റീബർത്ത്. ഇത് നമ്മളെ അത്ഭുതകരമായിട്ട് നമ്മളെ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്ന് ഏതൊരു കമ്പനിയുടെ പൈസ കൊടുക്കുന്ന ഏതൊരു കമ്പനിയുടെ ചരിത്രത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ എൻ്റെ ഒരു 10-60 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്നെ അത്ഭുതകരമായിട്ട് എന്നെ സന്തോഷത്തോടെ ഈ ബിസിനസ്സിൽ വളരെ സജീവമായിട്ട് NPM പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. 6 വാലറ്റിൽ നമ്മുടെ 25% എന്ന് വെച്ചാൽ 10,000 രൂപ വരുമാനം എന്നുള്ള ഓട്ടോമാറ്റിക്കലി നമ്മുടെ 2,500 നമ്മുടെ 6 വാലറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ 6 വാലറ്റിൽ 2,500 രൂപ എന്നുണ്ടെങ്കിൽ റീചാർജിന് വേണ്ടി 1,000 രൂപ നമുക്ക് തരുന്നു. ദെൻ റെഫറലിന് വേണ്ടി 500 രൂപ തരുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ആയിട്ട് ഒരു 8 ലെവലിലേക്ക് നമുക്ക് 700 രൂപ തരുന്നു. ദെൻ മാജിക് ഹൃദയക്ക് ഒരു 200 രൂപ. അങ്ങനെയാണ് ഈ 6 വാലറ്റിന്റെ മൊത്തം കണക്ക്. അങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. ദെൻ ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്. ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് വെച്ചാൽ നമ്മുടെ 6 വാലറ്റിൽ എന്ന് 2,500 കഴിഞ്ഞു. അത് നമ്മൾ ഇതുപോലെ ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തു. കാരണം നമ്മളെ വിജയിപ്പിക്കാനായിട്ട് നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ കീഴേക്ക് പോയിട്ടാണ് നമ്മൾ റീബർത്ത് ചെയ്യുന്നത്. അതായത് പുനർജന്മം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ മുൻജന്മത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുനർജന്മം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബൈബിൾ നമുക്ക് റീബർത്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകളുടെ കീഴേക്ക് നമുക്കൊരു പൊസിഷൻ തന്ന് അവർക്കെല്ലാം 8 ലെവലിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടില്ല. നമ്മളെ വളർത്തിയ ആളുകളുടെ കീഴേ പോയി നമുക്കൊരു സ്ഥാനം കിട്ടുക, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ജോലിയുടെ രീതിയാണത്. ദെൻ ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വാലറ്റിൽ എന്ന് 4,000 രൂപയാവുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പപ്പ് ചെയ്തിരിക്കുകയാണിത്. റീബർത്ത് ID നമുക്ക് ടോപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരു 1,000 രൂപ വീണ്ടും നമുക്ക് ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് കിട്ടുന്നു. ദെൻ പെർഫോമൻസ് ഇതുപോലെ തന്നെ 6 വാലറ്റിൽ എന്ന് 1,700 രൂപ നമുക്ക് വരുന്നു പെർഫോമൻസ് ബോണസ് ആയിട്ട്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യും. അത് നമുക്ക് 1,31,070 മെമ്പേഴ്സിൽ നിന്ന് ഏകദേശം 16 ലെവലിൽ നമുക്ക് കിട്ടുമ്പോൾ അതും നമുക്ക് ഒന്ന് കൂട്ടി നോക്കിയാൽ 1 കോടിയിൽ കൂടി 1,31 ലക്ഷം രൂപയ്ക്ക് അടക്കമുള്ള വരുമാനം നമുക്ക് കിട്ടുന്നു. പിന്നെ TDS പോയി, അതിൻ്റെ 6 വാലറ്റിലേക്കുള്ള പൈസ പോയി. ഒരു 73 ലക്ഷത്തിൽ പരം രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും അതുപോലെ സേവനങ്ങളും നമ്മൾ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. ദെൻ മാജിക് ബോണസ്. മാജിക് ബോണസിന്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ ഫില്ലിംഗ് ആണ്. അതിൽ നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാജിക് ബോണസിൽ നമ്മുടെ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് നമ്മൾ 50,000 രൂപ നമ്മുടെ വരുമാനമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 2,27,520 രൂപ നമുക്ക് മാജിക് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ടതില്ല. കാരണം ഇത് കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ പൂളിംഗ് ആണ്. ഇനി അടുത്ത e-commerce വാലറ്റ് ആണ്. e-commerce വാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മുടെ e-commerce വാലറ്റിലേക്ക് വരുന്ന പൈസകൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്നും അതിൻ്റെ ചെലവാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയാം. ടോട്ടൽ ഏണിങ്സ് 1,000 രൂപയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 50 രൂപ, അതായത് 5% TDS പോകുന്നുള്ള ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 6 വാലറ്റിലേക്ക് അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ 250 രൂപയും പോകും. അപ്പോൾ 250, 50, 300 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 700 രൂപയുടെ നമ്മുടെ നെറ്റ് ബാലൻസ്. ആ തുകയിൽ നിന്ന് നമ്മുടെ e-commerce വാലറ്റിലേക്ക്, അതായത് നിങ്ങൾ ഇനി മുതൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ടതില്ല. ഇത് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കമ്പനി ഇങ്ങനെ 20% ശേഖരിച്ച് അതൊരു വലിയ തുകയായിട്ട് മാറുന്നു. ഈ 1,31 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ e-commerce വാലറ്റിലെ ഏറ്റവും ചുരുങ്ങിയത് 18 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനോ സേവനങ്ങൾ വാങ്ങുന്നതിനോ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സാധനം പോലും ഒരു പൈസ പോലും മുടക്കേണ്ടതില്ല. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ നമ്മുടെ അറിയാം GST കൊടുത്തുള്ള ആനുകൂല്യ പ്രകാരം എത്രയോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ വില കുറഞ്ഞു. അതായത് നമ്മളുടെ കാറുകൾക്കൊക്കെ വലിയ വില 2 ലക്ഷം കോടി രൂപയോളം പബ്ലിക്കിന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, കാറോ ഗോൾഡോ എനിത്തിങ് യു ക്യാൻ പർച്ചേസ് ആ പറയുന്ന e-commerce വാലറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഇത്രയും വലിയ ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി e-commerceന്റെ മന്ത്ലി ഇൻകം കിട്ടുന്ന രീതിയും കൂടി ഒന്ന് പറഞ്ഞു തരാം. e-commerceൽ ഒരു മന്ത്ലി പർച്ചേസ് ഒരു വ്യക്തിയുടെ 10,000 രൂപ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കമ്പനിക്ക് കിട്ടുന്ന ഒരു ശരാശരി 5% മാർജിൻ വെച്ച് കൂട്ടുമ്പോൾ 500 രൂപയാണ് മാർജിൻ കൂട്ടുന്നത്. അതിൻ്റെ 50% കമ്പനിയുടെ വരുമാനത്തിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ പറയുന്ന അതായത് നമ്മുടെ ലെവലിലുള്ള ജീവനക്കാർക്കൊക്കെ ഓരോ റാങ്കുകളും കമ്മീഷനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് തുക മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 50% കമ്പനിയായിട്ട് മാറ്റും. പിന്നെ ടൈപ്പ്, അതായത് ഇത് ഓർഡർ സ്ഥാപനങ്ങളുമായിട്ട് ഓർഡർ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അതിന് 10% നമുക്ക് കമ്മീഷൻ കൊടുക്കും. അങ്ങനെ 50 രൂപ അതിന് പോയി.
ദെൻ ബാലൻസ് ഒരു 40%, അതായത് 200 രൂപ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടീമിലുള്ള 17 ലെവലിലുള്ള ടീമുകൾ, അത് 16 ലെവലിലുള്ള ടീമുകൾ വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും 12 രൂപ 50 പൈസ വെച്ച് കിട്ടുകയാണ്. ഇങ്ങനെ 1,00,000 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം, വേണ്ട 1000 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം ഒന്ന് കൂട്ടി നോക്കി 15,500 രൂപയായി. 10,000 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എത്ര എമൗണ്ട്, 1,25,000 രൂപയായി. 10,000 വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല എങ്ങനെ വരുന്നത്. അപ്പോ 1,00,000 ആൾക്കാരുള്ള ഒരു ടീമിന് 12,50,000 രൂപ വരുമാനം കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിലെ നിങ്ങൾക്ക് എത്ര അധ്വാനിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്തൊരു ഒരു കഠിനാധ്വാനം ചെയ്താൽ കിട്ടാത്ത ഒരു വർക്കാണ്, ഒരു എമൗണ്ട് ആണ്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള വർക്കിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പനി ഒരു അവസരം ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കമ്പനി എന്ത് കാര്യങ്ങളാണ് പുതുതായിട്ട് ചെയ്തിട്ടുള്ളത്, മൊബൈൽ ഫോൺ ചാർജിങ്ങിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇന്ന് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഏറ്റവും വലിയ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്ന കാര്യമാണ്. കമ്പനിയുടെ ഇ കൊമേഴ്സ് ഓൾറെഡി ബിഗൺ. കമ്പനി ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കമ്പനി തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുമായിട്ട് മഹർഷി ലാബ് എന്ന് പറയുന്ന കമ്പനി ഏകദേശം 600 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയുമായിട്ട് കമ്പനി എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 2000-ൽ പരം പ്രോഡക്ട്സുകൾ കമ്പനിക്ക് അവൈലബിൾ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ തന്നെ ബ്രാൻഡിലുള്ള ഒരു ഏറ്റവും വലിയ വെൽനസ് സെഗ്മെന്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോബെറി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ മൊത്തം ഇന്ന് സപ്ലിമെന്റ്സിന്റെ വിതരണത്തിൽ അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ, ടെസ്റ്റിമോണിയൽസ് കാഴ്ചപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ലാബ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ക്വാളിറ്റി കൺട്രോളിങ്ങും അതുപോലുള്ള എല്ലാ സംഭവവും സെൻട്രൽ FSSAI എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനും കൂടി ഉള്ളതായതുകൊണ്ട് സാധാരണ ബേക്കറിയിൽ നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലല്ല നമ്മുടെ കമ്പനി എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത്. ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രബലമായ ഏറ്റവും വലിയ ഒരു മേൽവിലാസമുള്ള ഒരു കമ്പനിയുമായിട്ടാണ് നമ്മുടെ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആലോചിക്കുന്ന 2000-ഓളം പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആക്കാനുള്ള എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഹെർക്കുലിയൻ ടാസ്ക് ആണ്. 5 വർഷം ഇരുന്നാൽ പോലും നടക്കില്ലാത്ത അത്രയും വലിയൊരു അധ്വാനം ചുരുങ്ങിയ സമയം കൊണ്ട് സ്വായത്തമാക്കിയ നമ്മുടെ കമ്പനി MDക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പലരും പറയും എന്താണ് ബൈബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വലുതാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ മക്കളെ എന്ന് എനിക്ക് പറയാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവിഡാനന്തര കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. എവിടെ വന്ന് തിരഞ്ഞു നോക്കിയാലും പനിയും ജലദോഷവും ചുമയുമായിട്ട് ആളുകളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം നമുക്കിനി മാറ്റാൻ പറ്റില്ല. കിട്ടുന്നത് കഴിക്കാൻ പറ്റും, അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള ഏറ്റവും നല്ല സപ്ലിമെന്റ്സ് നമുക്ക് കിട്ടുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തിലുള്ള നമ്മളുടെ ഏറ്റക്കുറച്ചിലുകളെ അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകളെ, ചലഞ്ചസിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെലവുകളിൽ നിന്ന് തന്നെ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ശക്തമായ ഇന്ത്യ, ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ പോലെ ആരോഗ്യ ഭാരതം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ബൈബിളിലൂടെ ഇനി വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാറ്റഗറിയിൽ സ്പൈസസ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഐറ്റംസ്, അതുപോലെ ലെതർ ഐറ്റംസ്, ബാഗ്സ്, വേണ്ട ഞാൻ നാട്ടിൽ പറഞ്ഞാൽ കപ്പലണ്ടി ഉണ്ട മുതൽ കപ്പലണ്ടി ഉണ്ട ഏറ്റവും പഴയ കാലഘട്ടത്തിൽ പണ്ടത്തെ ശർക്കര തേച്ചുള്ള കപ്പലണ്ടി ഉണ്ട്. ഞാനൊന്ന് സാമ്പിൾ ഒന്ന് കഴിച്ചു നോക്കി അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇത്രയും ടേസ്റ്റി ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കപ്പലണ്ടി ഉണ്ട കഴിച്ചിട്ടില്ല. ആ കപ്പലണ്ടി ഉണ്ട മുതൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും, നമുക്കറിയാം മിഠായി അടക്കമുള്ള എന്ത് സാധനം അടക്കം നമുക്ക് കിട്ടാവുന്ന ഒരു സൗകര്യം കമ്പനി ഇന്ന് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇ കൊമേഴ്സിലൂടെ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും എത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കമ്പനി 1000 രൂപയുടെ ഒരു നമ്മുടെ പർച്ചേസ് അഡ്വാൻസ് കൊടുത്ത് നമ്മളെ സംബന്ധിച്ച് ഈ പെയർ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്ലാനും ഞാൻ പറഞ്ഞു. കമ്പനി പറയുന്ന ക്രൈറ്റീരിയ, പണ്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയ, ഈ ഇ കൊമേഴ്സ് വാലറ്റിൽ 17,500 രൂപ വരുന്ന സമയത്താണ് കമ്പനി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന തുകകളെല്ലാം ആളുകളും തിരിച്ചു കിട്ടുന്നതെന്നായിരുന്നെങ്കിൽ ഇന്ന് കമ്പനി ആ പ്ലാനേ മാറ്റി. കാരണം നിങ്ങൾ സാധനങ്ങൾ നേരിട്ട് തന്നെ വാങ്ങിച്ചോളൂ, കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങേണ്ട ഇതില്ല. പക്ഷെ ആദ്യമായിട്ട് 1,500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാ പൈഔട്ടും നമുക്ക് റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് എലിജിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ NFC കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള
ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽനസോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിലുള്ള ഏതെങ്കിലും പ്രോഡക്ട്സുകൾ നമ്മൾ 1500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിരിക്കണമെന്നൊരൊറ്റ നിബന്ധന മാത്രമേ നമ്മൾ ഇതിൽ പെടുത്തിയിട്ടുള്ളൂ. 1500 പോയിട്ട് വേണമെങ്കിൽ 15 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് പോലും നമ്മൾ അറിയാതെ വിൽക്കുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ബൈബിളിലുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ 2025 ക്രിസ്മസിന് മുമ്പ് ഇന്ന് ബൈബിളിലുള്ള ഓരോ മെമ്പേഴ്സിന്റെയും കൈ നിറയെ പണം. ഇതുവരെ കമ്പനി പൈസ അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിരിക്കുകയായിരുന്നുവെങ്കിൽ ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി കമ്പനിയിലെ ഇനി നിരന്തരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കിന് പണത്തിന്റെ ക്രയവിക്രയത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ ഒഴുക്കിനോ ഒരു ചലഞ്ചസും ഉണ്ടാവില്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫണ്ട് നമുക്ക് ഡൈവേർഷൻ നടത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആധുനികമായിട്ടുള്ള പല രീതികളിലും നമുക്ക് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ തന്നെ 1000-ൽ പരം ആളുകളുടെ പേയ്മെന്റ് ഒരു നിമിഷം തന്നെ നമ്മൾ കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും കമ്പനി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ കമ്പനിയുടെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേജിൽ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഈ പോയിന്റ്സ് ആയിട്ട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷണറി മാനേജ്മെന്റ് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോസറി അത് ലൈഫ് ലോങ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ 1000 രൂപയ്ക്ക് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ 6 വാലറ്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അലവൻസ് നമുക്ക് കിട്ടുകയാണ്. പർച്ചേസ് നിയമം ആളുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.